അപ്പളാണ് അവർക്ക് ഇളകുക. അങ്ങനെ അവർക്ക് ഇളകണം. അവർക്ക് ഇങ്ങനെ ചൊറിയണം. ഓക്കെ. അങ്ങനെയാണ് നമുക്ക് ഈ അഹങ്കാരി എന്നുള്ള പേര് വരുന്നത്. അവര് നമ്മള് ബ്രേക്ക് ചെയ്യാൻ നോക്കുമ്പോ നമുക്കൊരു കൂസലുമില്ല. നമ്മള് നമ്മുടെ ആ സ്റ്റാൻഡിൽ ലൈക്ക് നിങ്ങളെ ചോയ്സസിനെ പറ്റി അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങനെ ബ്രേക്ക് ചെയ്യാൻ വരിക, നിങ്ങളുടെ അടുത്ത് അസൂയ ഉണ്ട്, നിങ്ങളുടെ അടുത്ത് ഒരു ടീമിന് അസൂയ ഉണ്ടായിട്ട് അവിടെ നിങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട് എന്ന് അറിയെങ്കിൽ അത് ഉറപ്പാണ് നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയോ ലൈഫിൽ അച്ചീവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ലൈഫിൽ ഒന്ന് അടിപൊളിയായിട്ട് വരുമ്പോൾ ചിലരുടെ സ്വഭാവം മാറുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, റിലേറ്റീവ്സ് ആവാം. ലൈക്ക് അവർക്ക് ആദ്യമൊക്കെ അവർക്ക് നിങ്ങളെ ഭയങ്കര ലൈക്ക് നിങ്ങൾ ഒന്നുമല്ലാത്ത ലൈക്ക് നിങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കാണ്ട് നിങ്ങളിങ്ങനെ അടിഞ്ഞു പൊട്ടിയിരിക്കുമ്പോൾ അവർക്ക് നിങ്ങളുടെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു ഇരിക്കുകയാണ്. വന്നിട്ട് ലൈക്ക് നമ്മളിങ്ങനെ സമാധാനിപ്പിക്കുക, ഒന്നുമില്ലടാ ശരിയാവും. അപ്പൊ ഒന്ന് സക്സസ് ആയി നിങ്ങൾ എന്തൊക്കെ അച്ചീവ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് അവരുടെ സ്വഭാവം മാറും. അത് പിന്നെ പണ്ടത്തെ പോലെ കോൾസ് ഉണ്ടാവില്ല, വന്നിട്ട് സ്നേഹത്തോടുള്ള സംസാരം ഉണ്ടാവില്ല. പിന്നെ അവർ എവിടെ വെച്ച് കണ്ടാലും നിങ്ങളൊന്ന് ബ്രേക്ക് ചെയ്യാൻ നോക്കും, നിങ്ങളുടെ കോൺഫിഡൻസ് ബ്രേക്ക് ചെയ്യാൻ നോക്കും, നിങ്ങളൊന്ന് ഇൻസെക്യൂർ ആക്കാൻ നോക്കും. ഒരു ഫംഗ്ഷൻ ഒക്കെ വെച്ച് കണ്ട് എന്തേലും ഒന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുകയാണ്, നിങ്ങൾ ഒരു അടിപൊളിയായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന കാണുമ്പോൾ അവർക്ക് പിടിക്കൂല. അവർ വന്നിട്ട് എന്തേലും പറഞ്ഞത് ബ്രേക്ക് ചെയ്യാൻ നോക്കും. അങ്ങനെയുള്ള ടീംസിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. ലൈക്ക് ഇതൊക്കെ അവർക്കും ചെയ്യാം, അവർക്ക് ഇതൊക്കെ അച്ചീവ് ചെയ്യാം, അവർക്ക് സക്സസ് ആവാം. ബട്ട് അതൊന്നും ചെയ്യൂല. ഒരു സൈഡിൽ മാറി ഇരുന്നിട്ട് നമ്മളെങ്ങനെ കുശുമ്പിൽ നോക്കി എന്താണ് നമ്മൾ വളരുന്നത് ഇഷ്ടപ്പെടാണ്ട് അത് നോക്കി ഇങ്ങനെ കുശുമ്പിൽ ഓരോന്ന് പറഞ്ഞ് നമ്മൾ ഓരോന്ന് തളർത്താൻ നോക്കാന്നല്ലാണ്ട് അവര് സ്വന്തമായിട്ട് ഒന്നും ചെയ്യൂല. അവരുടെ അച്ചീവ്മെന്റ് ലൈക്ക് അവരുടെ ഡ്രീംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റാണ്ട് ഒരു സൈഡിൽ ഇരുന്നിട്ട് നമ്മൾ നോക്കി ഇങ്ങനെ മുറുമുറുക്കുക. അതാണ് അവരുടെ പണി. അങ്ങനെയുള്ള ടീംസിന് അവർക്ക് നിങ്ങളുടെ ലൈക്ക് അതുവരെ നിങ്ങളുടെ മേലെ അവർക്കൊരു കൺട്രോൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ലൈക്ക് ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ദേ ഫീൽ ത്രെറ്റൻഡ്. അതുവരെ അവർക്ക് നിങ്ങളുടെ മേലെ ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അത്രയും നിങ്ങൾ ഇൻസെക്യൂർ ആയിരിക്കുന്ന സമയത്ത് അവർക്ക് നിങ്ങളുടെ മേലെ ഒരു കൺട്രോൾ ഉണ്ടാവും. അപ്പൊ അത് പെട്ടെന്ന് നിങ്ങൾ കോൺഫിഡൻ്റ് ആയി കഴിയുമ്പോൾ ആ ഒരു കൺട്രോൾ പോയി കഴിയുമ്പോൾ ഇവർക്ക് ആകെ ടെൻഷനാവും. ആ ടെൻഷനാണ് നമ്മൾ ഇവർക്ക് കൊടുക്കേണ്ടത്. ലൈക്ക് അവര് പറയുന്നതിന് നമ്മൾ റിയാക്ട് ചെയ്യാണ്ടിരിക്കുക. നമ്മൾ ആ കോൺഫിഡൻസ് വിട്ട് അവരെന്തൊക്കെ പറഞ്ഞ് നമ്മളെ ഇൻസെക്യൂർ ആക്കാൻ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ നമ്മളെ കോൺഫിഡൻസ് വിടാണ്ട് നിൽക്കുക. അപ്പോഴാണ് അവർക്ക് ഇളകുക. അങ്ങനെ അവർക്ക് ഇളകണം. അവർക്ക് ഇങ്ങനെ ചൊറിയണം. ഓക്കെ. അങ്ങനെയാണ് നമുക്ക് ഈ അഹങ്കാരി എന്നുള്ള പേര് വരുന്നത്. അവര് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്കൊരു കൂസലുമില്ല. നമ്മൾ നമ്മുടെ ആ സ്റ്റാൻഡിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അവരെ അഹങ്കാരി എന്ന് വിളിക്കും. എനിക്ക് മെയിൻ പേരെന്ന് കിബിർച്ചി. കിബിർച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ അഹങ്കാരി, അഹങ്കാരി നമ്മൾ നമ്മുടെ കോൺഫിഡൻസ് ബ്രേക്ക് ചെയ്യാണ്ട് നിന്ന് നോക്ക്, നമുക്ക് പല പേര് ഇവരിടും. അത് മൈൻഡ് ചെയ്യരുത്. ആ ഒരു പവർ അവർക്ക് കൊടുക്കരുത്. അവര് നമ്മൾ ബ്രേക്ക് ചെയ്തു എന്നുള്ള ആ ഒരു പവർ അവർക്ക് കൊടുക്കരുത്. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും പറഞ്ഞ് ലൈക്ക് നമ്മളെ അടുത്ത് എന്തെങ്കിലും നമ്മളെ ചോയ്സസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മളിരുന്ന് ഓവർ എക്സ്പ്ലെയിൻ, അത് അങ്ങനെയല്ല, അത് ഞാൻ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ ഇങ്ങനെ അതങ്ങനെ ഐ ഫെൽ ലൈക്ക് ഇറ്റ്, സോ ഐ എം ഡൂയിങ് ഇറ്റ്. അതെനിക്ക് അങ്ങനെ തോന്നി, ഞാൻ അങ്ങനെ ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു സ്റ്റാൻഡിൽ നിൽക്കുക. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനൊന്നും ആവശ്യമില്ല. ഓക്കെ. നിങ്ങൾ എന്ത് അച്ചീവ് ആദ്യം തന്നെ അനൗൺസ് ചെയ്യാൻ പോകരുത്. ലൈക്ക് സ്റ്റേറ്റസ് ഇട്ടിട്ടോ നിങ്ങളുടെ ഒരു കാര്യം നിങ്ങൾ എന്താക്കരുത് അനൗൺസ് ചെയ്തിട്ട് അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് അച്ചീവ് ആയതിനു ശേഷം സക്സസ് ആയതിനു ശേഷം മാത്രം അത് പുറത്തു വന്നാൽ മതി. എന്നിട്ട് അവരറിഞ്ഞാൽ മതി. അപ്പൊ അവർക്ക് പിന്നെയും ചൊറിയണം. അവർക്ക് ചൊറിയണം. അതാണ് നമ്മുടെ മെയിൻ മോട്ടീവ്. ലൈക്ക് അവർക്ക് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കണം. നമ്മുടെ ഈ സംഭവം നമ്മളെ അടുത്ത് കുശുമ്പ് ഉണ്ടായിട്ട് നമ്മളെ ബ്രേക്ക് ചെയ്യാൻ വരുന്നവർക്ക് എപ്പോഴും ഇങ്ങനെ ചൊറിയാൻ ഒരു ഇത് കൊടുക്കണം. അവർക്ക് എപ്പോഴും ഇളകണം. അതാണ് നമ്മുടെ മെയിൻ മോട്ടീവ്. ഇനി നമ്മൾ സക്സസ് ആയില്ലെങ്കിലും നമ്മുടെ മോട്ടീവ് അതായിരിക്കണം. അവർക്ക് ചൊറിയണം. അവർ ട്രൈ ചെയ്യുമല്ലോ, നമ്മളെ ബ്രേക്ക് ചെയ്യാൻ. അപ്പൊ അവർക്ക് മനസ്സിലാവണം നമ്മളിതൊന്നും കെയർ ചെയ്യുന്നില്ല. അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം ചിലര് വന്നിട്ട് നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് എടുത്ത് പറയും. അപ്പൊ അതിൽ നമ്മൾ പെട്ടെന്ന് അവർ പറഞ്ഞ കേട്ടിട്ട് നമ്മൾ ബ്രേക്ക് ആയി നമ്മളെ ഉള്ളിൽ നല്ല വിഷമം ഉണ്ടെങ്കിൽ നമ്മളത് കാണിക്കാൻ പാടില്ല. അവരെന്തേലും നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് എടുത്ത് പറയാന്നുണ്ടെ പല്ലങ്ങനെ, മുഖത്ത് കുരു, അത് ഇത് എന്നൊക്കെ പറയുമ്പോൾ സോ വാട്ട്. അവര് നമ്മളെ ഇൻസെക്യൂർ ആക്കാൻ വരുമ്പോൾ അവർക്ക് മെയിൻ ആയിട്ട് വേണ്ടത് പിന്നെ നമ്മുടെ അടുത്തുനിന്ന് ആ റിയാക്ഷൻ.
അത് കണ്ടിട്ടാണ് അവര് ധൃതന്ത് പുളകിതകാൻ ധൃതങ്ക പുളകിത ആ സംഭവം ആവുന്നത് നമ്മളെ അടുത്ത് നിന്ന് അവർക്കൊരു റിയാക്ഷൻ കിട്ടുമ്പോഴാണ്. ഇപ്പൊ അവര് വന്നിട്ട് ഇപ്പം ഞാൻ കുറെ വീഡിയോസിൽ ചെയ്തിട്ടുള്ള വന്നിട്ട് വയസ്സായിട്ടുള്ള റിലേറ്റീവ്സ് അല്ല, നമ്മുടെ സെയിം ഏജുള്ള നമ്മുടെ കസിൻസ് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. എന്താണ്, വീട്ടിൽ നിന്ന് ഒന്നും തിന്നാൻ തരുന്നില്ലേ, നിന്റെ വീട്ടില് അല്ല, കുറച്ച് തടിയുള്ള ആളോട് ചോദിക്കും, നിന്റെ വീട്ടില് ഫുഡ് മൊത്തം നീയാണോ കഴിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ കയറി നമ്മൾ ഇൻസെക്യൂർ ആയി നമ്മൾ പിന്നെ ഒന്ന് വേദനയിൽ ചിരിക്കുക, അങ്ങനെ ഒന്നും ചെയ്യരുത്. നമ്മൾ അങ്ങനെ ആഹാ, അപ്പൊ അവര് ഇവർക്ക് എന്തോ ഒരു റിയാക്ഷൻ ഇല്ലാത്ത, ഇവളെന്തോ, അവർക്ക് നിങ്ങൾ അത് ഉള്ളിൽ തട്ടി നിങ്ങൾ ഫീൽ ചെയ്ത്, അങ്ങനെ അതാണ് അവരുടെ മെയിൻ ഉദ്ദേശം. വന്നിട്ട് എന്തെങ്കിലും നിങ്ങളെ ഇൻസെക്യൂർ ആക്കാൻ, എന്തെങ്കിലും നിങ്ങളെ ബ്രേക്ക് ചെയ്യണം, നിങ്ങൾക്കൊന്ന് മൂഡ് ഓഫ് ആക്കണം, അങ്ങനെ വിചാരിച്ചിട്ട് തന്നെ ഇത് ചോദിക്കാൻ വരുന്ന ടീംസ് ഉണ്ട്. ചിലർ അറിയാതെ, ചിലർ അതിങ്ങനെ ജസ്റ്റ് തമാശ, ഇതൊന്നും തമാശ ഒന്നല്ല. വന്നിട്ട് നിന്റെ വീട്ടിൽ ഫുഡ് മൊത്തം നീയാണോ കഴിക്കുന്നത്, ഇതൊന്നും. അപ്പൊ അതില് നമ്മൾ റിയാക്ഷൻ കൊടുക്കാണ്ടിരിക്കുക. നമ്മൾ അവരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആഹാ, എന്നിട്ട് നമ്മൾ നമ്മുടെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് ടോപ്പിക് മാറ്റിയിട്ട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക. അപ്പൊ അവർക്ക് ആ റിയാക്ഷൻ കിട്ടാത്തതിന്റെ ആ ഒരു അത് അവരുടെ മനസ്സിലുള്ളിൽ കിടന്ന് ഇങ്ങനെ, ആ റിയാക്ഷൻ കിട്ടാത്തതിന്റെ ഒരു വേദന അവർക്ക് കൊടുക്കുക. റിയാക്ട് ചെയ്യാൻ പോകരുത്. നമ്മൾ കാമായിട്ട് പ്രിപ്പയർ ആയിട്ട് പോവുക. ഏത് ഫംഗ്ഷൻ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ടീംസ് ഉണ്ടാവും എന്ന് അറിയുന്നിടത്തേക്ക് പ്രിപ്പയർ ആയിട്ട് പോവുക. എന്തെങ്കിലും ചോദിക്കും, അതിന് പിന്നെ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റി എടുത്ത് സംസാരിക്കുന്ന ഉറപ്പുള്ള ടീംസിൻ്റെ അടുത്ത് അതിന് പ്രിപ്പയർ ആയിട്ട് പോവുക. എന്തായാലും അവർ വന്ന് ചോദിക്കും, അതിന് ഇങ്ങനെ റിപ്ലൈ കൊടുക്കുക. അത് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. ഇനിയിപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഗുണു എന്താ ഉണ്ടാ, ലൈക്ക് ഒന്നും പറയാൻ പറ്റാത്ത ഇതിലാവണ്ട, റിയാക്ഷൻ കൊടുക്കാണ്ടിരിക്കുക. നിങ്ങൾ ആ അതിനിപ്പോൾ എന്താ, ആ കുറച്ച് തടിച്ചിട്ട് അതിനിപ്പോൾ എന്താ, മുഖത്ത് കുരുണ്ട്, ഓക്കെ മുഖത്ത് കുരുണ്ട്, സോ വാട്ട് ഈസ് ദ പ്രോബ്ലം ഹിയർ. അങ്ങനെയുള്ളൊരു മൂഡിൽ നിൽക്കുക ഓൾ ദി ടൈം. അവർക്ക് ബ്രേക്ക് ചെയ്യാൻ കിട്ടരുത്. അവർക്ക് നിങ്ങളുടെ റിയാക്ഷൻ കിട്ടിയിട്ട് അവർക്ക് ആ സംഭവം ഇതാവാൻ ചാൻസ് കൊടുക്കരുത്. ഓക്കെ, മെയിൻ സംഭവം നിങ്ങൾ അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ പറ്റി കുറച്ച് ടീംസ് ഇരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാണ്. ലൈക്ക് നിങ്ങളെ ചോയ്സസിനെ പറ്റി, അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങനെ ബ്രേക്ക് ചെയ്യാൻ വരിക, നിങ്ങളുടെ അടുത്ത് അസൂയ ഉണ്ട്, നിങ്ങളുടെ അടുത്ത് ഒരു ടീമിന് അസൂയ ഉണ്ടായിട്ട് അവിടെ നിങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട് എന്ന് അറിയെങ്കിൽ അത് ഉറപ്പാണ് നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയോ ലൈഫിൽ അച്ചീവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് അസൂയ, അതുകൊണ്ടാണ് അവർ നിങ്ങളെ ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നത്. ഇത് ആദ്യം മനസ്സിലാക്കുക. യു ആർ വിന്നിങ് ഇൻ ലൈഫ്, യു ആർ ഡൂയിങ് സംതിങ്, യു ആർ അച്ചീവിങ് വാട്ട് യു വാണ്ട്, യു ആർ അച്ചീവിങ് യുവർ ഡ്രീംസ്. അതൊക്കെ കൊണ്ടാണ് അവർ അവിടെ ഇരുന്ന് സംസാരിക്കുന്നത്, നിങ്ങളെ ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. ജെന്യുവൻ ആയിട്ട് നിങ്ങളുടെ കാര്യത്തിൽ ഹാപ്പി ഉള്ളവർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ലൈക്ക് അവർ ജെന്യുവൻ ആയിട്ട് നിങ്ങളുടെ കാര്യത്തിൽ ഹാപ്പി ആണെങ്കിൽ അവരുടെ സംസാരത്തിലും അവരുടെ പെരുമാറ്റത്തിലും അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ മൈ ബെസ്റ്റ് ഫ്രണ്ട്, അവൾ എൻ്റെ എല്ലാ കാര്യത്തിലും ജെന്യുവൻ ആയിട്ട്, ഞാൻ എല്ലാരെയും കട്ട് ചെയ്തു. എനിക്ക് ആകെ ഇപ്പം പറയാൻ എനിക്ക് ആകെ ഉള്ളത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണ്. വേറൊരാളുടെ അടുത്ത് ഞാൻ സംസാരിക്കാറില്ല. അത് കാരണം എനിക്കറിയാം അവൾ അത്ര ജെന്യുവൻ ആണ്. എൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ എന്ത് അച്ചീവ് ചെയ്താലും എന്നെക്കാൾ ഹാപ്പി അവളാണ്. അസൂയ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമില്ല. എനിക്ക് അസൂയ ടീംസിനെ സത്യം അറിയാലോ, കണ്ണെടുത്താൽ കണ്ടൂടെ. ഞാൻ ഒരു പ്രാവശ്യം ലൈക്ക് അവരോട് സംസാരിച്ച് അവരുടെ വൈബ് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവരെ ഞാൻ കട്ട് ചെയ്യും. അങ്ങനെ ഓരോരുത്തരെ കട്ട് ചെയ്ത് ഇപ്പൊ ആകെ ബാക്കിയുള്ളത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണ്. കാരണം അവളുടെ അത് നമുക്ക് മനസ്സിലാവും. ഒരാൾക്ക് നമ്മുടെ അടുത്ത് ജെന്യുവൻ ആയിട്ടുള്ള അവരുടെ ഹാപ്പിനെസ് അല്ലെങ്കിൽ അവർക്ക് അസൂയാണോ എന്ന് അത് നമുക്ക് വേഗം മനസ്സിലാവും. അവരുടെ സംസാരത്തിൽ മനസ്സിലാവും. അവര് നമ്മളെ എങ്ങനെ ലൈക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു, അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ളവരെ മാത്രം കൂടെ കൂട്ടാം. ഈ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ അത് ഡിസ്കറേജ് ചെയ്യുക, അത് നിങ്ങളെ ഒന്ന് തമാശയാക്കുക, ഒന്ന് കളിയാക്കുക, നിങ്ങളുടെ ചോയ്സസിനെ കളിയാക്കുക, നിങ്ങളുടെ ഡ്രീംസിനെ കളിയാക്കുക, അങ്ങനത്തെ ടീംസിനൊക്കെ കട്ട് ചെയ്യുക. അവരാണ് നിങ്ങളെ വളരാൻ അനുവദിക്കാത്ത ടീംസ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ആ ഡ്രീംസിനെ പറ്റി പറയുമ്പോൾ അത് അവര് നിസ്സാരാക്കി, അവര് കളിയാക്കി പറയുമ്പോൾ നിങ്ങളായിരിക്കും, ഓ അപ്പൊ അതത്ര നല്ല ഡ്രീം അല്ല, ലൈക്ക് അങ്ങനെ ഒരു ഫീൽ നിങ്ങൾക്കും വരും. അങ്ങനത്തെ ചാൻസ് കൊടുക്കാണ്ടിരിക്കുക. നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അവര് ജെന്യുവൻ ആയിട്ട് നിങ്ങളെ അടുത്ത് എന്താണ്
അത് അതിലും ബെറ്റർ മറ്റേതല്ലേ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ. ഇത് നിങ്ങളൊന്ന് അത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളൊന്ന് താഴ്ത്താൻ വേണ്ടി തന്നെ നിങ്ങളൊന്ന് കളിയാക്കുക. നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു റിയാക്ഷൻ കിട്ടിയിട്ട് അതിൽ ഹാപ്പി ആവുക. നിങ്ങളൊന്ന് ഡൗൺ ആയി, നിങ്ങൾ ഒന്ന് അൺഹാപ്പി ആയി, ഒന്ന് മൂഡ് ഓഫ് ആയി എന്ന് കാണുമ്പോൾ ഒന്ന് ഹാപ്പി ആവുന്ന ടീംസ് ഉണ്ട്. അവരെ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. അങ്ങനത്തെ ടീംസിനെ കട്ട് ചെയ്യുക. അതാണ് നിങ്ങൾക്കും നിങ്ങൾക്ക് നല്ലത്. അപ്പൊ ഇത്രേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളെ ലൈഫിൽ നിങ്ങളെ ആരെങ്കിലും ഇതുപോലെ വന്ന് ഇൻസെക്യൂർ ആക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. അവരെന്താ പറഞ്ഞതെന്ന് കമന്റ് ചെയ്യുക. ഇനി ആരോടെങ്കിലും എന്തെങ്കിലും മറുപടി പറയാനുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നിടത്തോളം അതിനുള്ളൊക്കെ റിപ്ലൈസ് ഞാൻ തരാം. ഏഹ് ബോധേഡ് അല്ലാണ്ടിരിക്കുക. അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും കല്ല് വല്ലി എന്ത് പറഞ്ഞാലും എന്തേ ചോദിച്ചാൽ ഞാൻ ബോധേഡ് അല്ല, റിയാക്ഷൻ കൊടുക്കാണ്ടിരിക്കുക. അപ്പൊ അവരങ്ങനെ നിങ്ങളെ ഡൗൺ ആക്കാൻ എന്താ പറഞ്ഞേ, നിങ്ങൾ കൊടുത്ത റിപ്ലൈ എന്താ, ഇതൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. നോക്കട്ടെ.